നിങ്ങൾക്ക് നെത്തോലി ഇഷ്ടമാണോ? എന്നാ പിന്നെ ഇന്ന് കുറച്ച് നെത്തോലി അച്ചാർ ഉണ്ടാക്കിയാലാ? ഈ മീനിന് നെത്തോലി, ചൂട, കൊഴുവ അങ്ങനെ കുറെ പേരുണ്ടല്ലേ. ഈ മീനിന് തന്നെയല്ലേ അങ്ങനെ പറയുന്നത്. എൻ്റെ അടുത്ത് ഗൂഗിൾ അങ്ങനെയാണ് കേട്ടാ പറഞ്ഞത്. പിന്നെ വേറെയും കുറെ പേരുണ്ടെന്നാണ് ഗൂഗിൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് അച്ചാറിലോട്ട് വരാം. ആദ്യം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കണേ. എന്നിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഈ നെത്തോലി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിങ്ങനെ പൊരിച്ചു വെച്ചേക്കുമ്പോൾ എടുത്ത് തിന്നോണ്ടിരിക്കും എന്നെ പോലെ. ഞാൻ ഇത് മിച്ചർ കഴിക്കുന്ന പോലെ തിന്നോണ്ടിരിക്കുകയായിരുന്നു കേട്ടാ. എന്നിട്ട് നമുക്ക് ഈ പൊരിച്ചു വെച്ച സെയിം എണ്ണയിലോട്ട് തന്നെ കടുകും ഉലുവായും വറ്റൽമുളകും ഒക്കെ ഇട്ടതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് നമ്മുടെ പൊടികളുണ്ടല്ലോ, മഞ്ഞപ്പൊടി, മുളക് പൊടി, കായം, ഇത് ഇത്രയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൊരിച്ചു വെച്ചേക്കുന്ന നെത്തോലിയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്, നല്ല ടേസ്റ്റുമാണ്. എന്റെ ഇക്കാലത്ത് ഞാൻ നെത്തോലി അച്ചാറിട്ടെന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അയ്യേ നെത്തോലിയൊക്കെ ആരെങ്കിലും അച്ചാറിടുമെന്ന്. എന്താ നെത്തോലി മീനല്ലേ? എനിക്ക് എന്തായാലും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ നെത്തോലിയൊക്കെ പൊരിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇപ്പൊ മീനൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഇതേപോലെ നെത്തോലി കുറച്ച് കിട്ടുവാണെങ്കിൽ അച്ചാറൊക്കെ ഇട്ട് വെച്ചാലും നമുക്ക് എന്നും ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.